മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സുരക്ഷിതയില്ലാത്തൊരു സമയത്താണ് നമ്മളെല്ലാവരും ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഇൻസിഡൻറ്റും കാര്യങ്ങളും നടക്കുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പാകിസ്ഥാനിലെ കറാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് റിയാസ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ കറാച്ചിയിലോട്ട് വന്നതിന് ശേഷം പണിയും കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. റിയാസിനാണ് യാതൊരു രീതിയിലുള്ള പണിയും കാര്യങ്ങളും അവിടെ നിന്ന് ലഭിക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇവൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ബഷീറിനെ കറാച്ചിയിൽ നിന്ന് ഇവൻ വിളിക്കുന്നത്. ബഷീർ ആണെങ്കിൽ ഇവന്റെ കൂടെ എത്തിയതിന് ശേഷമാണെങ്കിൽ ഇവനിക്ക് വേണ്ടി ജോലിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഈ റിയാസ് ആണെങ്കിൽ കറാച്ചിയിൽ എത്തിയതിന് ശേഷമാണെങ്കിൽ ഇവന്റെ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് ഇവന് പരമാവധി ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നുള്ള പൈസ സേവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. അതായത് 2 നേരം മാത്രം ഭക്ഷണം കഴിക്കുക, ചായ വൈകുന്നേരം കുടിക്കാതിരിക്കുക. അതുപോലെ തന്നെ എത്തി തന്നെ ഇവൻ പൈസയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തുകൊണ്ട് തന്നെ ഇവനിക്ക് മുന്നോട്ട് ജീവിക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പണി കണ്ടെത്തുന്നവരെ ഇങ്ങനെ പോകാനായിരുന്നു ഇവന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കും എനിക്ക് പണിയും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവന്റെ സങ്കടവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇവന്റെ കൂട്ടുകാരനായിട്ടുള്ള ബഷീർ പറയുകയാണ് ഇവനിക്ക് മൈതാനിയിലാണ് പണി. മരിച്ചു കഴിഞ്ഞിട്ടുള്ള ശവങ്ങൾ കുഴിച്ചിടുന്ന മൈതാനിയിലാണ് പണി. അവിടെ കവർ കുഴിക്കലും കാര്യങ്ങളൊക്കെയാണ് ഇവന്റെ പണി. അവിടെ തന്നെയാണ് ഇവൻ താമസവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഇവന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വിരോധമില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ പണിക്ക് വരാം. ആ മൈതാനിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കടക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയൊക്കെ പിന്നീടാണ് റിയാസിന് ഒരു പണിയും കിട്ടാത്തത് കൊണ്ട് തന്നെ പിന്നീടാണ് ഇവന്റെ കൂടെ പോവുകയാണ്. പിന്നീടാണെങ്കിൽ ഈ ശവശരീരങ്ങൾ പിന്നീട് കബറ് കുഴിച്ചതിന് ശേഷം അടക്കവും കാര്യങ്ങൾ ചെയ്യും. അതിനുശേഷമാണെങ്കിൽ ബന്ധുക്കളാണെങ്കിൽ പിന്നീട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് പോവുകയും ചെയ്യും. അതിനുശേഷമാണെങ്കിൽ ഈ കൂട്ടുകാരനായിട്ടുള്ള ബഷീർ ആണെങ്കിൽ രാത്രി കാലങ്ങളിലായിട്ട് റിയാസ് ആണെങ്കിൽ എവിടെ പോകുന്നതായിട്ട് ഇവനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസമാണെങ്കിൽ ഇവൻ രാത്രി എവിടെയാണ് പോകുന്നത് എന്ന് നോക്കാൻ വേണ്ടി ഇവൻ നിൽക്കുകയാണ്. അതായത് അന്നേ ദിവസം ഒരു സ്ത്രീ മരണപ്പെട്ടതിന് ശേഷം ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് തന്നെ കബറടക്കുകയും ചെയ്തു. കബറടക്കിയതിന് ശേഷമാണെങ്കിലോ പിന്നീട് രാത്രിയാവുകയും ചെയ്തു. ഇവൻ ഉറങ്ങിയോട്ട് തന്നെ ബഷീർ അഭിനയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് യാതൊരു രീതിയിലുള്ള അനക്കവും ഇല്ലാതെ തന്നെ റിയാസ് പതുക്കെ എണീച്ച് കട്ടുമിൽ നിന്ന് പതുക്കെ ഡോറും തുറന്ന് പോവുകയാണ്. ബഷീർ പതുക്കെ ഇവനെ ഫോളോ ചെയ്ത് പോയി നോക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അന്നേ ദിവസം മരിച്ചിട്ടുണ്ടായിരുന്ന സ്ത്രീയെ അടക്കം ചെയ്ത ഖബർ ഇവൻ തുറക്കുകയാണ്. തുറന്നതിന് ശേഷം പിന്നീട് ഈ ശവവുമായി പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഇവൻ ഏർപ്പെടുകയും ചെയ്തു. പിന്നീടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബഷീറാണ് ആ സ്ഥലത്ത് നിന്ന് പോയതിന് ശേഷം ഇതൊന്നും അറിയാത്തോട്ട് തന്നെ കട്ടുമ കടന്നുറങ്ങിയതിന് ശേഷം പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആയതിനു ശേഷം പിന്നീട് റിയാസിന്റെ പക്കൽ ഈ ബഷീർ ചോദിക്കുകയാണ്, നീ തലേ ദിവസം ആ ശവത്തിനെ നീ എന്താണ് ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുഴുവൻ കണ്ടു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എനിക്ക് റിയാസ് ഈ ബഷീറിന്റെ പക്കൽ പറയുകയാണ്, എടാ എനിക്ക് ഭാര്യയില്ല, അതുപോലെ തന്നെ കാമവും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാൻ തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു. ഇനിയും വരുന്ന ശവശരീരങ്ങളുമായി ഞാൻ ഇങ്ങനെ ചെയ്യും. എനിക്ക് അങ്ങനെ ചെയ്യാനാണ് താല്പര്യമെന്ന് ഇവ പറയുകയും ചെയ്തു. അപ്പോൾ ബഷീർ റിയാസിന്റെ അടുത്ത് പക്കൽ പറയുകയാണ്, എടാ എനിക്കും ഇങ്ങനെ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഉണ്ടായ കാലങ്ങളിലോട്ടെല്ലാം സ്ത്രീകളുടെ കബറും കാര്യങ്ങളും അടക്കിയതിന് ശേഷം ഇവർ രണ്ടുപേരും ആണെങ്കിൽ ബന്ധുക്കളെല്ലാം പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നീട് ഇരുട് തുടങ്ങുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും പോയതിനു ശേഷം ആ ഖബർ തുറന്നതിന് ശേഷം അതിലുണ്ടായ സ്ത്രീയെ ലൈംഗികമായി രണ്ടുപേരും യൂസ് ചെയ്യും. പിന്നീടാണ് ഖബർ അടക്കുകയും ചെയ്തത്. ഈ ബഷീർ ആണെങ്കിൽ വളരെയധികം വലിയ രീതിയിൽ തന്നെ കഞ്ചാവ് അടിക്കാറുണ്ടായിരുന്നു. അതുമാത്രമല്ല കള്ളും കുടിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവനക്ക് രോഗം വന്നതിന് ശേഷം ഇവൻ മരണപ്പെടുകയാണ്. മരണപ്പെട്ടതിന് ശേഷം പിന്നീടാണെങ്കിലോ റിയാസ് ആണെങ്കിൽ അവിടെ തന്നെ പണിയും കാര്യങ്ങളും ചെയ്തു വരികയും ചെയ്തു. ഈ റിയാസ് ആണെങ്കിൽ പിന്നീടാണ് സ്ത്രീകൾ മരണപ്പെടുന്ന സമയത്ത് ഇത്തരത്തിൽ തന്നെ ഒറ്റയ്ക്ക് പോയതിനു ശേഷം ഖബർ തുറന്നതിന് ശേഷം പണ്ടത്തോട്ട് തന്നെ ഇവൻ ഇത്തരത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു സ്ത്രീ മരണപ്പെട്ടതിന് ശേഷം ഖബറും കാര്യങ്ങളും അടക്കം ചെയ്യുകയും ചെയ്തു. പിന്നീടാണെങ്കിൽ ഇവൻ വൈകുന്നേരം ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നേരം ഇരുടാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. നേരം ഇരുണ്ടതിന് ശേഷം പിന്നീടാണ് ഇവൻ പോവുകയാണ്. ഇവൻ പോയതിന് ശേഷം ആ സ്ത്രീയുടെ ഖബർ തുറക്കുകയും ചെയ്തു. ഖബർ തുറന്നതിന് ശേഷം ഖബറിൻ്റെ അകത്തോട്ട് കയറിയതിന് ശേഷമാണെങ്കിൽ ഇവനാണെങ്കിൽ ഇവൻ്റെ ഡ്രസ്സ് മുഴുവൻ ഊരുകയാണ്. അടിവസ്ത്രം മാത്രമായിരുന്നു ഇവൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഈ സ്ത്രീയുടെ കഫം പുടവ മാറ്റി നോക്കുകയാണ്. മാറ്റി നോക്കിയപ്പോൾ പിന്നീട് നേരെ മോന്തയിലോട്ട് നോക്കിയ സമയത്താണ് ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്ത്രീയാണ് ഒരു ചിരിച്ച രീതിയിൽ തന്നെ പല്ല് പുറത്തോട്ട് കാണുന്ന രീതിയിലാണുള്ളത്. അത് മാത്രമല്ല കണ്ണെല്ലാം തുറന്നു കിടക്കുന്ന രീതിയിലായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു പ്രേതമാണ് എന്ന് ഭയന്നും കൊണ്ട് തന്നെ പിന്നീട് പെട്ടെന്ന് തന്നെ ആ കബറിന്ന് കൂക്കി വെളിച്ചും കൊണ്ട് തന്നെ പുറത്തോട്ട് തുള്ളിയതിന് ശേഷം ഓടുകയാണ്. ഓടുന്ന വൈക്കാണ് സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇവൻ ഡ്രസ്സൊന്നുമില്ലാതെ ഓടുന്നത് കണ്ടതുകൊണ്ട് തന്നെ ഇവനെ പിടിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത് റിയാസ് എന്ന് ചോദിക്കുകയും ചെയ്തു. റിയാസ് ആണ് യാതൊരു രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരെ ഒച്ചപ്പാടും കാര്യങ്ങളും കേട്ടുകൊണ്ട് തന്നെ തൊട്ടടുത്തുണ്ടായ ആളുകളെല്ലാം കൂടി വരികയും ചെയ്തു. ഇവൻ ഒന്നും തന്നെ ആളുകളോട്
ഇവനോടൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആളുകളും അതുപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരനും ഇവൻ എവിടെ നിന്നാണ് ഓടി വന്നത് എന്ന സ്ഥലവും കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെ ഇവൻ ആ സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. കൂട്ടിക്കൊണ്ടുപോയപ്പോഴാണ് അവിടെയുള്ള ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നത്, അതായത് ഇവൻ ഇത്തരത്തിൽ തന്നെ മരണപ്പെടുന്ന സ്ത്രീകളെ ഇത്തരത്തിൽ തന്നെ ലൈംഗികമായി യൂസ് ചെയ്യാറുണ്ടായിരുന്നു എന്ന്. ഇത്തരത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ പോലീസുകാരെ ഇൻഫർമേഷൻ വിളിച്ചു പറയുകയും ചെയ്തു. അന്നേ സ്ഥലത്തോട്ട് പോലീസുകാർ വന്നതിന് ശേഷം പിന്നീട് ഇവനെ കൈയോടെ തെളിവുകളോടുകൂടി പിടിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. ഇവൻ അടിവസ്ത്രം മാത്രം ഇട്ടിട്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇവന്റെ മേൽവസ്ത്രങ്ങൾ മുഴുവനായിട്ട് ആ കബറിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് പോലീസുകാരാണ് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം പിന്നീടാണ് മീഡിയ വിളിച്ചതിന് ശേഷം പിന്നീടാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണെങ്കിൽ ഇവന് പോലീസുകാർ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തപ്പോൾ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയുകയും ചെയ്തു. അത് മാത്രമല്ല, ഇത്തരത്തിൽ തന്നെ 51ഓളം ശവശരീരങ്ങളുമായിട്ടാണ് ഇവൻ ഇത്തരത്തിൽ തന്നെ ലൈംഗികമായിട്ട് ശവശരീരങ്ങൾ യൂസ് ചെയ്തത് എന്ന് പോലീസുകാരുടെ പക്കൽ പറയുകയുമാണ് ചെയ്തത്. അതിനുശേഷമാണെങ്കിൽ പിന്നീടാണ് കോർട്ടിൽ കൊണ്ടുപോയിട്ട് തെളിവുകളോടുകൂടി തന്നെ ഇവനെ കൊണ്ടുപോയി സബ്മിറ്റും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇവനിക്ക് 17 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ കാലത്ത് സ്ത്രീകൾ മരണപ്പെട്ടാൽ വരെ അവർക്ക് സുരക്ഷിതയും കാര്യങ്ങളൊന്നുമല്ല. ഇതിന് നല്ല വീഡിയോ ആയിട്ട് വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.